സുഹൃത്തുക്കളെ, നമ്മുടെ ഇന്നത്തെ യാത്ര മഹാബലിപുരത്ത് നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ ചെന്നൈ റൂട്ടിലുള്ള ടൈഗർ കേവ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. അതിൻ്റെ മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇതും ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ്. ഇവിടെയും ബാർകോഡ് സ്കാനിങ് പ്രകാരം മാത്രമേ അകത്ത് പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ ടിക്കറ്റ് ചാർജ് 20 രൂപയാണ്. നമുക്ക് ഉള്ളിലേക്ക് കയറാം. ടൈഗർ കേവ് മഹാബലിപുരത്ത് നിന്ന് നമ്മുടെ ചെന്നൈ റൂട്ടിലേക്ക് വരുമ്പോൾ 5 കിലോമീറ്റർ മാറിയിട്ടാണ് ഒരു കേവ് ഉള്ളത്. ബംഗാൾ ഉൾക്കടലിനോട് ചേർന്ന് തന്നെയാണ് ഈ കേവും ഉള്ളത്. 8ാം നൂറ്റാണ്ടിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മൾ കണ്ട മഹാബലിപുരത്തിൻ്റെ ആ ഒരു സമയത്ത് അതിൻ്റെയൊക്കെ ഒരു ബാക്കിപത്രമായിട്ട് വരും ഈ ഒരു കേവും. ഇനി നമുക്ക് കേവിലെ കാഴ്ചകളിലേക്ക് പോവാം. ഇതൊക്കെ ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത രൂപങ്ങളാണ്. ധാരാളം വർക്കുകൾ ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കാണുന്നത് ഒരു ആനയുടെ രൂപമാണ്. അതുപോലെ തന്നെ ധാരാളം വ്യത്യസ്ത തരത്തിലുള്ള രൂപങ്ങളും ശില്പങ്ങളും കൊത്തുപണികളും ഒക്കെ ഈ കേവിന് ചുറ്റുമുണ്ട്. ഇവിടെ ഈ കേവിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ചരിത്രങ്ങൾ പറഞ്ഞു തരാൻ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഏവരും ഈ കേവിനെ കുറിച്ച് ഒന്ന് ജസ്റ്റ് അറിയുക, ഒന്ന് പഠിക്കുക. എനിക്ക് തോന്നുന്നു ഇത് ഒറ്റൊരു സ്ട്രക്ചറിൽ ഒതുങ്ങുന്ന ഒരു കേവ് ആയതുകൊണ്ടായിരിക്കാം ഇതിനെക്കുറിച്ചിട്ട് അധികം വിശദീകരിക്കാൻ ഇവിടെ ആൾക്കാരില്ലാതിരുന്നത്. കുറച്ചുകൂടി വർക്കുകൾക്കും ഇവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇതിന് ചുറ്റും മനോഹരമായ ഒരു ഗാർഡൻ ഉണ്ട്. ബീച്ച് ഇതിൻ്റെ അടുത്താണ് കേട്ടോ. ധാരാളം ഗെയിം ഐറ്റംസും മറ്റ് കലാപരിപാടികൾക്കൊക്കെ പറ്റിയൊരു സൈറ്റും കൂടിയാണിത്. കുട്ടികൾക്ക് അർമാദിക്കാം. കുറേ കുട്ടികൾ അവിടെ നിന്ന് അർമാദിക്കുന്നുണ്ട്. നമുക്ക് നല്ല നൈസായിട്ട് ബീച്ചിലേക്കൊന്ന് പോവാം. ഇവിടെ പൊതുവേ ആൾക്കാർ കുറവാണ് കേട്ടോ. നമ്മളെ മഹാബലിപുരത്തെ അപേക്ഷിച്ചിട്ട് ഇവിടെ ആൾക്കാർ പൊതുവേ കുറവാണ്. കുറച്ച് സമയം നമുക്ക് ബീച്ചിൽ സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു പോവാം. ഇനി അടുത്ത നമ്മുടെ ഡയറക്ഷനിലേക്ക്, ചെന്നൈ ഡയറക്ഷനിലേക്ക്. ഇവിടെയും കടപ്പുറത്തൊരു കടയൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ പൊതുവേ നമ്മൾ നേരത്തെ കണ്ടത്ര റഷൊന്നും ഇവിടെ ഇല്ല. ഫുൾ സൈലൻ്റാണ്, ടോട്ടലി സൈലൻറ്റ്. പോകുന്ന വഴിക്ക് തന്നെ എനിക്കൊന്ന് ഏതെങ്കിലും ഒരു ബീച്ചിൽ നമുക്ക് ക്യാമ്പ് ചെയ്യാൻ തോന്നും. ഇന്നെന്തായാലും അധിക ദൂരം പോകുന്നില്ല. ഒരു ബീച്ച് ക്യാമ്പിങ് അന്നേ മനസ്സിൽ ഉള്ളതാണ്. പക്ഷെ പറ്റിയൊരു സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ്. കുറച്ച് നമുക്കിങ്ങനെ കാറ്റാടി മരത്തിൻ്റെ ഇടയിൽ കൂടി നടക്കുക. പുറത്ത് നല്ല ചൂടാണ്. ഇതുവഴി പോകുമ്പോൾ നല്ല തണുപ്പുണ്ട്. ധനുഷ്കോടിയിലൊക്കെ ഇങ്ങനെയൊക്കെ നടക്കണം എന്ന് വെച്ച് തന്നെ, പക്ഷേ നമുക്ക് പറ്റിയില്ല. അവിടുത്തെ സാഹചര്യം അങ്ങനെ ആയിരുന്നല്ലോ. എന്തായാലും ഇത് കടപ്പുറത്ത് കൂടി തന്നെയാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും ഇനി കടപ്പുറത്ത് എവിടെയെങ്കിലും ക്യാമ്പ് ചെയ്യാൻ പറ്റുമോ നോക്കാം നമുക്ക്. ഇങ്ങനെ ചുമ്മാ ഈ പാർക്കിലും കൂടി നടക്കാം.
മറ്റേതിൻ്റെ അത്ര പോലെ റഷല്ല. ഇത് ഫുള്ള് സ്ഥലമുണ്ട്. ഒരു പട്ടിക്കുട്ടി ആടെയുണ്ട്, ഒന്നല്ല രണ്ടെണ്ണം ഉണ്ട് കുഞ്ഞ്. അതിനെന്താ വാങ്ങിച്ചു കൊടുക്കാമെന്ന് വെച്ചിട്ട് ഞാൻ നോക്കി, പക്ഷെ അവിടെയൊന്നും ഇതില്ല. അവിടെയൊക്കെ അവർ കളിക്കുന്ന ഒരു സ്ഥലങ്ങളേ ഉള്ളൂ, ഒരു ബിസ്ക്കറ്റ് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ എൻ്റെ കയ്യിലാണ്, ഞാനന്ന് ഇന്ന് വാങ്ങിച്ചിട്ടുമില്ല. ഇതൊരു വലിയൊരു ഏരിയ ആണ് കേട്ടോ. കുറേ പാറക്കെട്ടുകൾ ഇങ്ങനെ ഉണ്ട്. കുറേ ആൾക്കാർ അങ്ങനെയൊക്കെ വരുന്നുണ്ട്. എന്താണ് അവിടെ ഉള്ളതെന്ന് അറിയത്തില്ല. നമുക്കൊന്ന് വെറുതെ നടന്നു നോക്കാം. ഇതൊരു വലിയൊരു പാറയാണ്. ചുമ്മാ നടക്കാം, വല്ലതും ഉണ്ടോ എന്നറിയാൻ വേണ്ടി. പിന്നെന്തായാലും നമ്മുടെ ഒരു റെസ്റ്റ് ഡേ ആണ്. ശരിക്കും ഞാൻ ഇന്ന് മഹാബലിപുരം ആൾട്ടയാണെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പക്ഷേ അവിടെ റൂമിനൊക്കെ വലിയ ചാർജ്, 600 റുപ്യ കുറഞ്ഞിട്ട് എവിടെയും റൂമില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, അവിടെ 50 രൂപേൻ്റെ പാർക്കിങ്, അവിടെ ഒരു ചായപ്പൊടിയനക്കാരൻ്റെ കയ്യിൽ ബാഗും കൊടുത്തിട്ട് ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ തണ്ടാനിറങ്ങിയതാണ്. ഒരു 1:30 വരെ അങ്ങ് തെണ്ടി കിടന്നു. ഇനി പോണത് വേല എവിടെയെങ്കിലും ഹാൾട്ട് നോക്കണം. ഞാനങ്ങനെ നടന്ന് ഇവിടെ ഇങ്ങനെ എത്തി. ഇവിടെ എന്തോ ഉണ്ട് കേട്ടോ. ഓ, ഇവിടെ ഒരു കേവ് ഉണ്ട്, നമുക്ക് നോക്കാം. ശരിക്കും ടൈഗർ കേവ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടതാണോ അല്ലെങ്കിൽ ഇതാണോ എന്നറിയത്തില്ല. ആഹാ, ഒരു സമയത്ത് കൊത്തിയെടുത്ത ലിപികളാണിത്.
സുഹൃത്തുക്കളെ, നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോവാം. തൽക്കാലം നമുക്ക് ഇവിടുന്ന് ഒന്ന് വിട വാങ്ങാം. ഓക്കെ, അപ്പോൾ ശരി, ബായ്.